വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ കുറേ പേരുടെ ഡൗട്ട്സ് ആയിരുന്നു പാരാമെഡിക്കൽ സെൽഫ് ഫിനാൻസിങ് കോളേജസിലെ 2024 കമ്പയർ ചെയ്തൊരു വീഡിയോ ചെയ്യാമോ എന്ന് പലരും ചോദിച്ചിരുന്നു. പ്രഡിക്ഷൻ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓൾറെഡി പാരാമെഡിക്കലിന്റെ ഗവൺമെന്റ് കോളേജസിലേക്കുള്ള പ്രഡിക്ഷൻ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്കുള്ള പ്രഡിക്ഷൻ വീഡിയോ ആണ്. നമുക്ക് ഫസ്റ്റ് BSc ഡയാലിസിസ് ടെക്നോളജി തന്നെ നോക്കാം. ശ്രീ ഗോകുലം തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ നോക്കാം. ഫസ്റ്റ് കാണിക്കുന്നത് 5 സീറ്റുകളാണ് വാക്കൻസി ഉണ്ടായിരുന്നത്. അതുപോലെ ഈ വർഷം ഏകദേശം അത്രയും സീറ്റുകൾ മാത്രമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും സ്റ്റേറ്റ് മെറിറ്റിൽ 20ാമത്തെ അലോട്ട്മെന്റിലാണ് 287.5 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ LC SC കാറ്റഗറിക്കൊക്കെ 6-8 അലോട്ട്മെന്റിൽ ലഭിച്ചിട്ടുണ്ട്. 20,000 27,000 റാങ്ക് ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത് 56, 68, 88 ആ ഒരു റേഞ്ചിലൊക്കെയാണ്. പലരുടെയും ഡൗട്ടാണ് മാർക്കുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് അവസാനം അലോട്ട്മെന്റ് ലഭിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നതായിരിക്കും. അതിനു മുന്നേ നമുക്ക് ഓരോ ആയിട്ട് നോക്കാം. അടുത്തതായിട്ട് BSc ഒപ്റ്റോമെട്രി നമുക്ക് നോക്കാം. ഞാനിവിടെ എടുക്കുന്നത് അൽഷിഫ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ആണ്. അപ്പോൾ ഇവിടെ എത്രത്തോളം കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നത് നമുക്ക് ഇതിലൂടെ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെയുള്ള സീറ്റ് വാക്കൻസി എന്ന് പറയുന്നത് 15 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3, 4, 21 അലോട്ട്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 21 അലോട്ട്മെന്റ് വരെയൊക്കെ പാരാമെഡിക്കലിന് പോയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിയിൽ 274.16 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ LC കാറ്റഗറിയിൽ അലോട്ട്മെന്റ് 8ാമത്തെ അലോട്ട്മെന്റിൽ 30,000 സംതിങ് റാങ്കുള്ള കുട്ടികൾക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പാരാമെഡിക്കലിന് നമുക്ക് ഒരുപാട് സീറ്റ് ഇല്ല എങ്കിൽ കൂടിയും പല കുട്ടികളും BSc നഴ്സിംഗ് മറ്റ് കോഴ്സസിലേക്ക് പോകുമ്പോഴുള്ള സീറ്റ് വാക്കൻസി ഫില്ലാകുന്നത് വരെയും അലോട്ട്മെന്റ് നടത്തുന്നതാണ്. അപ്പോൾ ഈ വർഷം എത്രത്തോളം അലോട്ട്മെന്റ് വരുന്നു എന്നത് സീറ്റ് വാക്കൻസി അനുസരിച്ചായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അഡ്മിഷൻ കിട്ടുന്നതിൽ റാങ്കും ഇൻഡെക്സ് മാർക്കും സീറ്റ് വാക്കൻസിക്കും അതുപോലെ തന്നെ കാറ്റഗറി റിസർവേഷനും കാര്യങ്ങൾക്കൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ചോദിച്ചതാണ് NRI അലോട്ട്മെന്റ് ഉണ്ടോ എന്നത്. NRI അലോട്ട്മെന്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ഇതിൽ കഴിഞ്ഞ വർഷത്തെ NRI അലോട്ട്മെന്റിൻ്റെതും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുകൂടി നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമുക്ക് BASLP കോഴ്സ് നോക്കാം. BASLP ഞാനിവിടെ തിരഞ്ഞെടുക്കുന്ന കോളേജ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മാനേജ്മെന്റ് കോട്ട സീറ്റ് തിരുവനന്തപുരമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് MQ എന്ന് പറയുന്ന കാണുകയോ അല്ലെങ്കിൽ MG എന്ന് പറഞ്ഞ് കാണുകയോ ചെയ്യുന്നത് മാനേജ്മെന്റ് കോട്ടയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ MG എന്ന് കാണുന്നുണ്ടല്ലോ കോട്ടയുടെ അവിടെ, അത് മാനേജ്മെന്റ് കോട്ടയാണ്. അപ്പോൾ 4ാമത്തെ അലോട്ട്മെന്റിൽ 212 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. റാങ്ക് വരുന്നത് 46 ആണ്. അതായത് നോൺ കേരളൈറ്റ് ആയതുകൊണ്ടാണ് റെഡ് ഇങ്കിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ NRI അലോട്ട്മെന്റ്സ് ഒക്കെയാണ് ബാക്കി കാണിച്ചിരിക്കുന്നത് മാനേജ്മെന്റിൽ. ഓക്കെ, അപ്പോൾ നോൺ കേരളൈറ്റ് കോട്ടയാണെന്ന് അവിടെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നോൺ കേരളൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലും കൂടി ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ തന്നെ കയറിയതിന് ശേഷം നിങ്ങൾ 2024 ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി, കിട്ടുന്നതായിരിക്കും. എപ്പോഴും സൈറ്റ് അവൈലബിൾ ആവില്ല. അപ്പോൾ നിങ്ങളത് നോക്കുക, സൈറ്റ് അവൈലബിൾ ആകുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത കോഴ്സ് നോക്കാം. ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി കോഴ്സ് നോക്കാം. ഇത് നമുക്ക് നെക്സ്റ്റ് കോളേജായിട്ട് MES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജ് നോക്കാം. അവിടെ എത്രത്തോളം സീറ്റാണുള്ളതെന്ന് നോക്കാം. 2 സീറ്റുകളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. സ്റ്റേറ്റ് മെറിറ്റിൽ 4ാമത്തെയും 6ാമത്തെയും അലോട്ട്മെന്റ് ആയപ്പോഴാണ് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അതായത് 1ഉം 2ഉം അലോട്ട്മെന്റിലൊക്കെ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും. പക്ഷെ അവരാരും ടോക്കൺ ഫീ അടച്ച് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ക്യാൻസൽ ആയിട്ട് 4ാമത്തെ അലോട്ട്മെന്റിൽ വാക്കൻസി വന്നപ്പോൾ അവിടേക്ക് അടുത്ത കുട്ടികളെ എടുത്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞു എങ്ങനെയാണ് മാർക്ക് കൂടിയ കുട്ടികൾക്ക് ലാസ്റ്റ് അലോട്ട്മെന്റിലൊക്കെ കിട്ടുന്നതനുസരിച്ച് കാണുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് കോഴ്സസ് ആൻഡ് കോളേജസിലേക്ക് പോകാം. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് BPT ഫിസിയോതെറാപ്പി ആണ്. ബിതാനി നവജീവൻ കോളേജിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 25 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. SC സ്റ്റുഡൻസിന് 2ാമത്തെ അലോട്ട്മെന്റിൽ
216.66 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് 55,992 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ DV കാറ്റഗറിയിലും 25,384 റാങ്ക്, 27,592 റാങ്ക് SC കാറ്റഗറിയിൽ, ഈഴവ കാറ്റഗറിയിൽ 23,285, LC കാറ്റഗറിയിൽ 21,477. അതായത് ഇതെല്ലാം തന്നെ റാങ്കാണ്, അതായത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആണ്. ഈ റാങ്കിലുള്ള കുട്ടികൾക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇതിന് കൂടെ തന്നെ കാറ്റഗറി റാങ്ക് ഇവർക്ക് കൂടുതൽ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറി റാങ്കും കൂടി ബേസ് ചെയ്തിട്ടാണ് ഇവർക്ക് ഇവിടെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്നതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് കോഴ്സസ് ആൻഡ് കോളേജസിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് BPO അല്ലെങ്കിൽ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് പോകാം. ഇത് കഴിഞ്ഞ വർഷമാണ് വന്നിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾക്ക് ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ള അവയർനെസ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾ ഫസ്റ്റും സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ കിട്ടിയിട്ട് എടുത്തിട്ടില്ല. അവസാനം 18ഉം 21ഉം ഒക്കെ അലോട്ട്മെന്റ് ആയപ്പോഴാണ് പല കുട്ടികളും ഒരിടവും അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെടുത്തത് കൊണ്ടായിരിക്കാം, അങ്ങനെയൊക്കെയാണ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. 16, 18, 17, 20 അങ്ങനെയുള്ള അലോട്ട്മെന്റ് ഒക്കെ ആയപ്പോഴാണ് പല കുട്ടികളും അഡ്മിഷൻ എടുത്ത് ടോക്കൺ ഫീസ് അടച്ച് സെക്യൂർ ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരായാലും അങ്ങനെയാണ്. കാരണം ആ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ട് അലോട്ട്മെന്റ് കിട്ടി അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട്, ഈ കോഴ്സിനെ പറ്റിയിട്ട് അവയർനെസ്സും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കുണ്ട്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇൻഡെക്സ് മാർക്ക് 392.83 കാണിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മൾ 300-നാണ് ഇൻഡെക്സ് മാർക്ക് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കോഴ്സ് നോക്കുന്നത് കൂടുതൽ സബ്ജക്റ്റ് ആഡ് ചെയ്തുകൊണ്ടാണ്. അതായത് ഇംഗ്ലീഷിന്റെ സബ്ജക്റ്റ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം റാങ്ക് ലിസ്റ്റ് ഇട്ടിരിക്കുന്നതും അതുപോലെ തന്നെ അതനുസരിച്ചുള്ള അലോട്ട്മെന്റും അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവയർനെസ്സിന്റെ ഒരു കുറവ് കൊണ്ടായിരിക്കണം ഇത്രയും അലോട്ട്മെന്റ് ലേറ്റ് ആയിട്ട് പല കുട്ടികളും ഇവിടേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഇതിനെ പറ്റിയിട്ട് അവയർനെസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത കോഴ്സ് ആയിട്ടുള്ള BAT ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി KMCT കോളേജിൽ അത് നോക്കാം. 10 സീറ്റുകളാണുള്ളത്. പലർക്കും 21, 15ാമത്തെ അലോട്ട്മെന്റിലൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. 35,756 ലാസ്റ്റ് SC കാറ്റഗറിക്ക് കിട്ടിയിട്ടുള്ളത്. 258.33 ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ LBS കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് LBS വെയിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം കേരളത്തിലേക്ക് പുറത്ത് നോക്കണമോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ പുറത്തുള്ള കോളേജസിലും നല്ല കോളേജസിലൊക്കെ സീറ്റുകൾ ഓരോരുത്തർ ബുക്ക് ചെയ്യുന്നതനുസരിച്ച് വാക്കൻസി കുറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കോഴ്സ് ആയിട്ടുള്ള BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി കോഴ്സിനെ പറ്റിയിട്ട് നോക്കാം. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളമാണ്. ഒരാൾക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. 300-ന് 300 സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലുള്ള ഒരു കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ, അതായത് കാർഡിയോ വാസ്കുലർ സർജറീസും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വാക്കൻസി ഉള്ളൂ. അപ്പോൾ അത് കേരളത്തിൽ കുറച്ച് സ്കോപ്പ് കുറവാണ്. ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ഒക്കെ കയറിയിട്ട് നമുക്ക് എബ്രോഡ് പോയി കഴിഞ്ഞാൽ ഒന്ന് റെഡി ആകാൻ പറ്റും. പക്ഷേ കേരളത്തിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലാണ് വരുന്നത്. നമ്മുടെ കേരളത്തിൽ എത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടെന്നും അവിടെ എത്രത്തോളം കാർഡിയാക് സർജറി നടക്കുന്നുണ്ട് എന്നതൊക്കെ നിങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കണം ഈ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഈ കോഴ്സ് മാത്രമല്ല, ഏത് കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്താലും സ്കോപ്പും കാര്യങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷം വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കോഴ്സ് ആയിട്ടുള്ള മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അത് നോക്കാം. 10 സീറ്റുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇവിടെയും 15ഉം 16ഉം 17ഉം അലോട്ട്മെന്റിലൊക്കെയാണ് പല കുട്ടികളും ടോക്കൺ ഫീസ് ഒക്കെ അടച്ച് സീറ്റുകളെല്ലാം സെക്യൂർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം അലോട്ട്മെന്റ്സ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, 300-ന് 300 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കും 18ാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയത്. ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് വരുന്നത്, ഇത്രയും ഫുൾ മാർക്ക് കിട്ടിയിട്ട് എങ്ങനെയാണ് 18ാമത്തെ അലോട്ട്മെന്റിൽ ഈ കുട്ടിക്ക് കിട്ടിയത് എന്നുള്ളത്. കുട്ടിക്ക് ചിലപ്പോൾ അലോട്ട്മെന്റ് 1ാമത്തതും 2ാമത്തതും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ കോളേജിൽ ഇന്നൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്ത് അവസാനം ഈ ഒരു കോഴ്സിൽ എത്തിയ കുട്ടിയും ആകാം. അതുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് ഉണ്ടായിട്ടും
ലാസ്റ്റ് ആണല്ലോ അഡ്മിഷൻ കിട്ടിയത് എന്ന് പേടിച്ചിരിക്കേണ്ട ആവശ്യം ആയിട്ട് ഒന്നും വരുന്നില്ല. ഇത് നമുക്ക് പറഞ്ഞല്ലോ, ഓരോ കോളേജസിലേക്ക് ഈ കുട്ടി മാറ്റി മാറ്റി അലോട്ട്മെന്റ് വെച്ച് അവസാനം ഈ ഒരു കോളേജിൽ എത്തിയതാകാനാണ് ചാൻസ്. അതുകൊണ്ട് മാർക്കുള്ള കുട്ടികൾ ലാസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുള്ളൂ എന്ന് ഭയക്കേണ്ട ഒരു ആവശ്യവുമില്ല. മാർക്കില്ലാത്ത കുട്ടികളാണ് കുറച്ചുകൂടി ശ്രദ്ധിച്ചും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.